യെസ്. എന്ത് തണുപ്പാടിയത്. വല്ല പനിയും വരും മനുഷ്യന്. മോളുറങ്ങിയ ചൊക്കടു. ഉണിക്കിവിടെ നിറച്ചും ഫാൻസ് ആണല്ലോ. അതൊക്കെ നമ്മുടെ ചക്കിയുടെ ഫാൻസ് അല്ലേ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചുമ്മാ അവരുടെ കൂടെ അങ്ങ് കൂടും. അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പില്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. പുള്ളിക്കാരൻ വേറെ മൂടാണ്. നമ്മുടെ വൈബുമായിട്ട് അങ്ങ് സെറ്റാവില്ല. ഉണ്ണീൻ്റെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റ് ആവണമെന്നില്ല. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ജഡ്ജി എന്നൊരു ജഡ്ജി ആയിട്ടേ വാ നടന്നടിക്കാൻ. ഞാനില്ല. വാ. നാളെ നേരത്തെ എണീക്കണം ഉണ്ണി. ഉണ്ണി പോയിക്കോ. ഞാൻ എന്തായാലും രണ്ടെണ്ണടിക്കാൻ പോവാം. നീ കിടന്നോ. പിന്നെ ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ ഓഫ് ചെയ്തോളാം. കോക്ടെയിൽ മിക്സിംഗ്. ആടോ, എന്തു പറ്റി? ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി? താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. അതന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ അവിടെ കണ്ടിട്ടില്ലോ. ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? ഏയ്, താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലടോ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്. സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയേ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ് ഉള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്ന ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്. പിന്നെ ഡിപ്രഷൻ മാനേജ് ചെയ്യാൻ പറ്റിയ വഴിയുണ്ട്. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയേ കൊള്ളാൻ തോന്നാറുണ്ട്.
സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ അതെ, വീട്ടിൽ പോന്നു. ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലടെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ ടെൻഷൻ അടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. പൂശൂടാ, പൂശും. അല്ലെങ്കിൽ വേണ്ട അയച്ചാ, ഇപ്പൊ തന്നെ പൂശാം. വാ വീട് വാ, പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണം? അയച്ചേട്ടനില്ലടാ, പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ. രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ. അമ്മ ഇന്ന് കുറച്ച് ലേറ്റ് ആവേ. നല്ല കുട്ടിയായിട്ടിരിക്കോ? ഞാൻ കുറച്ചു നേരം ഫ്രോസൺ കണ്ടോട്ടെ പ്ലീസ്. അരമണിക്കൂർ മാക്സിമം. ഓക്കെ.
അശ്വ അധികം സമയങ്ങളുണ്ട്. ഈ കിൻഡിലൊക്കെ വന്നതിന് ഹാർഡ് കോപ്പി അധികം വായിക്കാറില്ല. ട്രാവൽ ചെയ്യുമ്പോൾ അതല്ലേ സൗകര്യം. എനിക്ക് തോന്നുന്നത് 8-ലെ ജയകൃഷ്ണൻ സാർ ചിലപ്പോൾ വാങ്ങിക്കും. സാർ ഈ ഡിനോസറുടെ നല്ല ഫോട്ടോസുള്ള എൻസൈക്ലോപ്പീഡിയ ഉണ്ട് സാർ. സാർ ഒന്ന് കണ്ടു നോക്കോ, മോക്ക് ഇഷ്ടാവും. ദിനോസറിന്റെ ഫോട്ടോസോ? ഫോട്ടോ പോലത്തെ ചിത്രങ്ങളുള്ള എൻസൈക്ലോപ്പീഡിയ ആണ് സാർ. സാർ എന്തായാലും മോക്ക് ഇഷ്ടാവും. ഇത് നമ്മളെ കണ്ടു നോക്ക്, നല്ല ബുക്കാ സാർ. പപ്പ എത്ര നാളായി ഞാൻ പറയണു എനിക്കിത് വേണം. വേണോ? എന്താ വില ഇത്? സാർ ഒറിജിനൽ പ്രൈസ് 1500 ആണ്. പിന്നെ ഓഫർ പ്രൈസ് 50% ഉണ്ട്. ജിപേ ഉണ്ടോ? ഉണ്ട് സാർ. നമ്പർ പറയും. സാർ 99474 386. മോളെ ചേച്ചിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം. പപ്പ ചേച്ചിക്കൊന്ന് ടോയ്ലറ്റിൽ പോണെന്ന്. അത് ഇത്ര രഹസ്യമായിട്ടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഒരു സാറേ പറയുമ്പോൾ വലിയ പുരോഗമനമൊക്കെയാ, പക്ഷെ വൃത്തിയുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ല. അതുകൊണ്ടാ സോറി. ഒരു എവിടെ? നേരെ പോയിക്ക, അവിടെയാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സാറേ അത് ഓക്കെയാണ്. ഫുഡ് പോയ്സൺ ആണെന്നാ തോന്നുന്നത്. ആണോ? അതാ കഴിഞ്ഞു. യൂസ് ചെയ്തോളൂ. ചെക്കി ബാഡ് ഗേൾ ആവണ്ടേ, ചൂച്ചു വെച്ച ഫ്രഷ് ചെയ്ത് തരുടി. സോറി പപ്പ, ഇതുകൊണ്ട് അതിനെ കാണിക്കട്ടെ. അവൾക്ക് പാരന്റോറിയസ് ആവാൻ ആഗ്രഹം. പ്ലീസ്, അവൾക്കിത് ഇഷ്ടപ്പെടും പപ്പ, പ്ലീസ്. ബാ. പോയിട്ട് വാ. ബൈ. പോടാ. മേലുണ്ടല്ലോ. നിങ്ങളുടെ പെണ്ണുങ്ങളോടൊപ്പം അവനെ പിടിച്ചാലല്ലേ നാണക്കേടുള്ളൂ. എന്താടാ? ബുക്ക് വയ്ക്കാമെന്ന പെങ്കൊച്ചിനെ മറ്റേ 2 മിനിറ്റ് കൊണ്ട് വളച്ച് വീടിനകത്ത് കയറ്റി. ഇപ്പൊ ചെന്ന പിടിച്ചിറക്കി തുണി വെച്ച് പോശക്കിട്ടിട്ട് പിടയ്ക്കാം. ഇതുപോലത്തെ ഒരു സുവർണാവസരം ഇനി കിട്ടില്ലായി തട്ടാ. ഇത് പൊളിക്കും. അവൻ നൈസായിട്ട് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിട്ട പരിപാടി.
സമയം എടുക്കും. എന്താ അത്? സർപ്രൈസ് ആണല്ലോ. ആണ്, തരാം. ഏ ആ ദേ ബാഗ് ഇട്ടിട്ടുണ്ട്. ബാഗോ? ഹലോ ഹലോ, എങ്ങോട്ടാ അത്? ഇത് എന്റെ ബെഡ്റൂമാണ്. ഹലോ, ഏയ് തുറക്ക്, തുറക്കാൻ. താൻ എന്തൊരു കാണിക്കണേ? ഇതിന്റെ ആളകത്തുണ്ട്. അത് തനിക്ക് എന്താണ്? എന്തേ കാണിക്കണേ? ആരും അത് പറയണോ? തുടങ്ങൂ. പ്ലീസ് സാർ അടിക്കില്ല സാർ. ആരും അത് പറയണോ? ഏതായി പെണ്ണ്? ഇവളെങ്ങനെ വീടിനകത്തെത്തി? സാർ ഓക്കെ ആണോ? തമ്പക്കോ സാർ ഓക്കെ അല്ലേ? ഞാനേ ആ ചെറിയാനെ വിളിച്ച് പറഞ്ഞോളാം. വിളിച്ചു പറ. ആ കാര്യമൊക്കെ ശരിയാണ് ചെറിയാൻ സാറേ. ആ മറ്റവനെ കൊണ്ട് വലിയ തലവേദനയാണ്. സാറായിട്ട് അവനെ ഒഴിവാക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഓടിക്കും. എന്താ ലിങ്ക? ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഇടുന്നുണ്ട്. സാർ അതൊന്ന് കണ്ടു നോക്കിട്ട് എന്നെ വിളിക്കും. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞപ്പോ മഹേഷ് ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. Children and women. Now, violence is not exactly always visible to the naked eye. It can be an emotional violence. It can be physical violence. It can be when you're with a narcissistic partner. So violence is in different forms. Today, I think I'm so sorry, guys. Just give me a second. Guys, I'm really sorry. Just give me a minute. The person you are calling is currently busy. Please. The person you are calling. സാറേ, ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? Just give me half an hour. I'll call you back. ഉണ്ണി, തന്റെ ഓരോ എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. 1 മാസത്തെ സമയം തരും, വീട് ഒഴിഞ്ഞു തരണം. എനിക്ക് അസോസിയേഷനിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതർവൈസ് ഐ വിൽ ഗോ ഫോർ എ പോലീസ് കംപ്ലൈന്റ്. ഓക്കെ?
ആ മാലികത്തിന്റെ പേര് സാർ. ഞാൻ കുറച്ചു നേരത്തിനൂടെ ഉണ്ടായില്ല. SP വിളിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോയാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ ജാഥക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ സാർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ സാർ. ഓക്കെ? ഓക്കെ സാർ. യുഗ നിശ്ചയുടെ കുളിരായി ഇനി മോള് പാട് എന്താടോ ഇത്? വല്ല പണിക്കും പൊയ്ക്കൂടെ? ആ മെഷീൻ എടുത്തോണ്ട് പോയി കുറച്ച് 185 ഫയൽ ചെയ്യ്. വൈകുന്നേരം ഞാനാ സട്ട കൊടുക്കേണ്ടത്. സാർ സാർ എന്താടോ? ഒരു കംപ്ലൈന്റ് പറയാൻ വന്നാ സാർ. സക്കറിയ ഇതെന്താന്നൊന്ന് കേൾക്കാം. ചെല്ല്. സാർ മൊബൈൽ ഇപ്പം വന്നേ ഉള്ളൂ, വിട്ടോളാം. സാറേ, ആ ഇയാളെ അയലത്തുകാരൻ വീട്ടിൽ കയറി തല്ലിന്നൊരു പരാതി. എന്താ പേര്? ശ്രീകുമാരനുണ്ണി. എന്തിനാ തല്ലിയേ? അറിയില്ല സാർ. താൻ വെറുതെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു ചുമ്മാ അങ്ങ് തല്ലിയോ? അത് പോട്ടെ, തല്ലിയവനിപ്പോൾ എവിടെ ഉണ്ട്? അയാളുടെ വീട്ടിലുണ്ട്. അവൻ്റെ നമ്പറുണ്ടോ? ഇല്ല. വീട് എവിടെയാ? അയാളുടെ വൈഫിന്റെ നമ്പറുണ്ട് സാർ. ഒറ്റയ്ക്ക് വന്നാണോ തല്ലിയേ? അല്ല, അവര് രണ്ടുപേരുണ്ടായിരുന്നു. അജിത്തും പിന്നെ ഒരു ലിംഗനും. ജോസേ. സാറേ. ജോസേ, ജനറൽ ഹോസ്പിറ്റലിലെ അല്ല സൂപ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാം. തൻ്റെയും തന്നെ തലവിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഈ സാറ് കൂടെ വരും. ആ സക്കറിയാ സാർ. ആ തല്ലിയവന്റെ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞു. അജിത് നീലകണ്ഠൻ, മാളിയേക്കൽ ഹൗസ്, ഇന്ദിരാനഗർ, ഹൗസ് നമ്പർ 3. മതിയോ? കഴിക്കോ കേട്ടോ രണ്ടുപേരും. പോരാ. അജിത്തിൻ്റെ വീടല്ലേ? അതെ. ആളുടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഈ ശ്രീകുമാരൻ്റെ വീട് ഇവിടെ എവിടെയാണ്? ഓ, അപ്പോൾ തൊട്ടടുത്ത അയാളിവിടെ പറയടാ. അതിന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മളെന്താ? നീ വെച്ചോ. ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടില്ല. അസോസിയേഷൻ ഗ്രൂപ്പിലൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ് സാർ, ഫോൺ എടുത്തിട്ട്. SI സാറേ, ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഐ എം ലിങ്കൻ, ഒരു ഓൺലൈൻ ജേർണലിസ്റ്റാ. തൊട്ടാലുവാക്കി താമസിക്കുന്നു. ഈ നടന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ്. സാർ, ഇവനാള് ശരിയല്ല, വരത്തനാ. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് തുണിഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് ചൂരുണ്ട് പിടക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവന് കുടുംബം കുട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങളെ ചെയ്തില്ല. അതിന് എന്റെ കുടുംബത്തോടാണോ അയാൾ പെണ്ണെ കയറ്റിയത്? സാറേ, ഞാനടക്കം മാന്യമാർ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലം ഇത്. അടുത്ത വീട്ടിലെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്നതാണ് തൻ്റെ ഒരു മാന്യത. സാറേ, ജീവിക്കാൻ ഒരു മാർഗം തേടി ഇറങ്ങിയ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അക്രമം കാണിച്ച നോക്കി നിൽക്കണമെന്നാണോ സാർ പറയുന്നത്? ഇത്രയും സാധാവുള്ള ഇയാളാണോ അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തുണി ഉരിഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ചൂലുകൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞേ?
നിന്റെ സൂക്കേടേ ഞാൻ മാറ്റിത്തരാം. അന്ന് ഈ പലോട്ട് കയറേ. ഓ എങ്ങനെ ഈ പലോട്ട് കയറാ. സാറേ വേണ്ടട്ടാ, ഇത് പണിയാവേ. സാറിന് ഈ പണി ഇട്ടിട്ട് കൊല്ലം കൂടെ ആയടാ. കയറി വണ്ടി കയറി. വീഡിയോ ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. പിടിക്കലൊന്നും വേണ്ട. സാർ സാർ ഞങ്ങളാ എഞ്ചിനീയറെ വീട്ടിൽ കയറി തല്ലിയ പ്രതിയെ തപ്പി ഇറങ്ങിയതാ. എന്നിട്ട് സംഭവം മോറൽ പോലീസിംഗാ സാർ. ഒന്നാം പ്രതി അയച്ചു SP യുടെ കോളായിരിക്കും. രണ്ടാം പ്രതിയെ കിട്ടിയിട്ടുണ്ട്. FIR ഇട്ടോ? ഇല്ല സാർ ഇട്ടില്ല. അത് പിന്നെ എഞ്ചിനീയറുടെ മെഡിക്കൽ എടുക്കാൻ ഞാൻ ജോസിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അയാളോട് മൊഴി എടുത്ത ഉടനെ കേസാക്കാം. FIR ഇടാൻ വരട്ടെ. ആ ഒന്നാം പ്രതി അജിത്ത് SP-ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സാർ. അയാളിപ്പോ സ്റ്റേഷനിലേക്ക് വരും. എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒന്ന് ഒത്തീർപ്പാക്കാൻ നോക്ക്. SP ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ സാർ. പ്രദീപ് സാറേ, ഇതെന്താ ചിക്കൻ പൊങ്കാലിയാ? ഇനിയുണ്ടല്ലോ, ഇത് വാഴയിലിട്ട് മൂടണം. എന്നിട്ട് ഈ ചെളി കൊണ്ടങ്ങ് പൊതിയണം. പിന്നെ നന്നായിട്ട് വിറവ് വെച്ച് കത്തിക്കണം. ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ചൂട് കയറാൻ. അങ്ങനെ കരിക്കങ്ങനെ വെന്തിറങ്ങി ചിക്കനുമായിട്ടങ്ങ് യോജിക്കും. എല്ലാം കൂടെ 1 മണിക്കൂർ എടുക്കും. ഇനി 1 മണിക്കൂറാ? സാറത് കുക്കറിലിട്ട് 4 വിസിലടിച്ച പോരെ. സാറ് വേണേ കുറച്ച് കരിക്കൂട്ടോളോ? അത് ഏത് പോലീസുകാരന് അറിയാവുന്ന കാര്യമല്ലേ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. സാറേ സാറേ വണ്ടി ഒന്ന് ഓട്ടിയാ. എന്താ ഒന്ന് ഓട്ടിയാ. ആ നിൽക്കുന്നതാണ് അവൻ്റെ ഒപ്പം രാവിലെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി പെങ്കൊച്ച്. കണ്ടോ? എടാ നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഞാൻ ഓൾറെഡി നല്ല ടെൻഷൻ എന്ന് പറഞ്ഞതല്ലേ, ഒന്ന് പെട്ടെന്ന് വരുമോ? ആ വേഗം വാ. ഹലോ,